വെൽക്കം ടു ഈസി ക്ലാസ് 5 മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്നത് MG യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് സെം ആയ BA എക്കണോമിക്സ് ആണ്. അതിൽ മേജർ സബ്ജക്റ്റ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ മൊഡ്യൂള് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നോക്കി. ഇനി രണ്ടാമത്തെ മൊഡ്യൂളും 3ഉം 4ഉം 2 മാർക്കിനിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ അസമെട്രിക് ഇൻഫോർമേഷൻ ഇൻ എക്കണോമിക്സ് ആണ്. അതായത് എന്താണ് ഈ അസമെട്രിക് ഇൻഫോർമേഷൻ എന്നത്. അപ്പോൾ രണ്ടാളുകളിൽ അപ്പോൾ ആർക്കാണ് ഒരു കാര്യത്തിൽ കൂടുതലായിക്കാണ്ട് അറിവില്ലത്, അല്ലെങ്കിൽ രണ്ട് പാർട്ടീസിൽ ആർക്കാണ് കൂടുതലായിക്കാണ്ട് ഒരു കാര്യം അറിയണത്, അതിനെയാണ് അസമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വിൽക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ വാങ്ങുന്ന ആൾ വിൽക്കുന്ന ആൾ, അതായത് രണ്ട് പാർട്ടീസ്, ഇതിൽ വാങ്ങുന്ന ആൾക്കോ വിൽക്കുന്ന ആൾക്കോ ഒരാൾക്ക് കൂടുതൽ നോളേജ് ആ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് അസമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ലീഡ് ചെയ്യുന്ന ഒന്നാണ് ഇൻഎഫിഷ്യൻ്റ് മാർക്കറ്റ് ഔട്ട്കം. അതായത് ഒരാൾക്ക് ലാഭം കിട്ടും, മറ്റൊരാൾക്ക് എന്താവും, ലോസും ആവും. അപ്പോൾ അറിവില്ലാത്ത ആളെ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇൻഎഫിഷ്യൻ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗീവ് ഇൻ എക്സാമ്പിൾ ഓഫ് അഡ്വേഴ്സ് സെലക്ഷൻ. അപ്പോൾ അഡ്വേഴ്സ് സെലക്ഷന് എക്സാമ്പിൾ പറയാനാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കുന്നതിൻ്റെ മുമ്പ് എന്താണ് അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് നോക്കാം. അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ തെറ്റായിക്കാണ്ട് സാധനം മേടിക്കുന്നതിനെയാണ്, അതായത് ബയ്യേഴ്സിൻ്റെ ഭാഗത്ത് പറ്റുന്ന തെറ്റിനെയാണ് അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാർ മാർക്കറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാറ് മേടിച്ചുന്ന ഒരാളെ സംബന്ധിച്ച് അപ്പം ആ ഒരു കാറിൻ്റെ ഉടമസ്ഥനേക്കാൾ അയാൾക്ക് എന്തായിരിക്കും, ആ ഒരു കാറിൻ്റെ അവസ്ഥയെ പറ്റി അറിവ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു നല്ല കാറ് അത് ചിലപ്പോൾ ഒരു മോശം കാറായിക്കാണ്ട് ആർക്ക് തോന്നാം, മേടിക്കണ ആൾക്ക് തോന്നാം. അതേപോലെ ഒരു മോശം കാറ് ചിലപ്പോൾ നല്ല കാറ് വിചാരിച്ച് മേടിക്കാം. അപ്പം അങ്ങനത്തെ ആ ഒരു കണ്ടീഷനെയാണ് ഇവിടെ അഡ്വൈസ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് മോറൽ ഹസാർഡ് എന്ന് നോക്കാം. മോറൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ വിൽപ്പനക്കാരൻ്റെ അടുത്ത് പറ്റുന്ന തെറ്റാണ്, കാരണം അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് മോറൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാർ നല്ല കംപ്ലൈൻ്റ് ഉണ്ട്, പക്ഷെ ആ ഒരു കംപ്ലൈൻ്റ് ഒന്നും പറയാതെ മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ, അപ്പോൾ അയാളെ മേടിക്കും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. കാരണം അയാളുടെ ആ ഒരു റിസ്കിനെ, ആ മോറൽ ഹസാർഡ് അറൈസ് വെൻ വൺ പാർട്ടി ടേക്ക് മോർ റിസ്ക്. അപ്പോൾ അയാളുടെ ആ ഒരു റിസ്കിനെ സം വൺ എൽസ് ബിയർ ദ കോസ്റ്റ് ഓഫ് ദിസ് റിസ്ക്, ആ മറ്റൊരാൾ ആ ഒരു റിസ്കിനെ ഏറ്റുവാങ്ങാണ്. ഓഫൻ ഡ്യൂ ടു ഹൈഡൻ ആക്ഷൻ, അതിൻ്റെ ആ ഒരു കംപ്ലൈൻ്റ് ഒന്നും അറിയാതെ അത് മേടിക്കുന്നതിനെയാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. അതെന്താണ് ശരിക്കും ഒരു പറ്റിക്കപ്പെടാണ്. എന്തുകൊണ്ടാണ് പറ്റിക്കപ്പെട്ടത്? അപ്പോൾ അസമെട്രിക് ഇൻഫോർമേഷൻ കൊണ്ടാണ്. കാരണം മറ്റൊരാൾക്ക് കൂടുതൽ അറിവും മറ്റൊരാൾക്ക് അറിവില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് മോറൽ ഹസാർഡ് വരുന്നത് കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ അസമെട്രിക് ഇൻഫോർമേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഇൻഷുറൻസ് മാർക്കറ്റ്. അപ്പോൾ ഇൻഷുറൻസ് മാർക്കറ്റിൽ എങ്ങനെയാണ് അസമെട്രിക് ഇൻഫോർമേഷൻ വരുന്നത് എന്നാണ്. അപ്പോൾ അതായത് ഇൻഷുറൻസ് മാർക്കറ്റിൽ അസമെട്രിക് ഇൻഫോർമേഷൻ എന്നാൽ സാധാരണയായി ഉപഭോക്താവിനാണ് അവരുടെ അപകട സാധ്യതയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് അതിനേക്കാൾ കുറവായിരിക്കും. കാരണം അയാൾക്ക് ഇനി എന്തെങ്കിലും സ്മോക്ക് ചെയ്യോ കാര്യങ്ങളൊക്കെ ആർക്കാണ്, ആ ഒരു വ്യക്തിക്കാണ് അറിയണത്, അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കല്ല. അപ്പോൾ അങ്ങനെ പറ്റിച്ചുകൊണ്ട് ആ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ ഇൻഷുറൻസ് ആ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ചിലവ് ആർക്കെ വരാം, ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്കാണ് ആ ഒരു ചിലവ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനിയിൽ അസമെട്രിക് ഇൻഫോർമേഷൻ വരുന്നത് കേട്ടോ. ഇനി വാട്ട് ആർ സം എക്സാമ്പിൾ ഓഫ് അസമെട്രിക് ഇൻഫോർമേഷൻ. ഇനി അസമെട്രിക് ഇൻഫോർമേഷന് കുറച്ച് എക്സാമ്പിൾ പറയാനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ യൂസ്ഡ് കാർ സെൽസ്. അപ്പോൾ കാറുകൾ വിൽക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ആർക്കാണ്, ആ വിൽക്കുന്ന ആൾക്കാണ് ആ കാറിനെ പറ്റി കൂടുതലായിക്കാണ്ട് അറിയണത്. അപ്പോൾ ജോബ് ഹയറിങ്, അതായത് ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആണ് അപ്പോൾ കൂടുതലായിക്കാണ്ട് എന്താണ് ജോലി എന്ന് വേണ്ടിയത് എന്നറിയലേ. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന ആൾക്കാണ് അപ്പോൾ അയാൾക്ക് എന്താണ് റിസ്ക്, എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യത്തെ പറ്റി കൂടുതൽ അറിയുന്നത് ആരാണ്, ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്ത ആൾക്കാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കക്ഷികളിൽ ഒരാൾക്കാർക്കും അറിവ് കുറച്ചും കൂടി കൂടുതലായിരിക്കും ഒന്നിനെ പറ്റി ഉണ്ടാവില്ലേ. അതിനെയാണ് അസമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്.
അപ്പം ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ റൂൾ ഓഫ് ചാരിറ്റി ഇൻ എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സ് ചാരിറ്റീൻ്റെ റൂൾ എന്താണ് എന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് ചാരിറ്റി ഹെൽപ്പ് റിഡിസ്ട്രിബ്യൂട്ട് വെൽത്ത്. അപ്പോൾ എന്താണ് ചാരിറ്റി എന്ത് സഹായിക്കുന്നു? അപ്പോൾ വെൽത്തിന് വേണ്ടി അപ്പോൾ പണമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതായത് വിതരണം ചെയ്യുന്നു. പിന്നെ അതേപോലെ സപ്പോർട്ട് പബ്ലിക് ഗുഡ്സ്, അപ്പോൾ സാധനത്തിനൊക്കെ വേണ്ടി അപ്പോൾ സഹായിക്കുന്നു, സപ്പോർട്ട് നൽകുന്നു ചാരിറ്റി. പിന്നെ അതേപോലെ മാർക്കറ്റ് ഫെയിലിയർ സംഭവിച്ചവർക്ക് അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? ചാരിറ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ എക്കണോമിക്സിന് വേണ്ടി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ എ നോളേജ് അബൌട്ട് അസമെട്രിക് ഇൻഫോർമേഷൻ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് അസമെട്രിക് ഇൻഫോർമേഷൻ നോളേജ് വേണമെന്ന് പറയാനുള്ള കാരണം? അപ്പം അതായത് അസമെട്രിക് ഇൻഫോർമേഷനെ കുറിച്ചുള്ള അറിവ് മാർക്കറ്റ് പരാജയങ്ങളെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതാണ് ഈ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ മാർക്കറ്റിലെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പോളിസീസ് ഉണ്ടാക്കാനും കരാറുകൾ രൂപപ്പെടുത്താനും അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അസമെട്രിക് ഇൻഫോർമേഷൻ അറിവുണ്ടെങ്കിൽ, കാരണം ആരും പറ്റിക്കപ്പെടാതെ എന്തിൽ നിന്ന് കഴിച്ചിലാൻ പറ്റും? അസമെട്രിക് ഇൻഫോർമേഷൻ അറിവുണ്ടെങ്കിൽ കഴിച്ചിലാവാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡു പൂവർ അഫക്റ്റ് ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് പൂവർ ആയിക്കാണ്ടിൽ ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നത്. അതായത് ധനസമ്പത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ പരിമിതമായ വിവര ലഭ്യത, അതായത് വല്ല നോളേജ് ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾ വ്യക്തികളുടെ അപ്പോൾ എക്കണോമിക് തീരുമാനങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിൽ അത് ബാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ വരുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ലാഭകരമല്ലാത്തതോ അപകടം നിറഞ്ഞതോ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മോറൽ അസാർഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഇൻഷുറൻസ് മാർക്കറ്റ്. അപ്പോൾ മോറൽ അസാർഡ് എങ്ങനെ ഇൻഷുറൻസ് മാർക്കറ്റിന് എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ്. അതായത് ഇൻഷുറൻസ് മാർക്കറ്റിൽ മോറൽ അസാർഡ് എന്നത് അപ്പം ആ ഇൻഷുറൻസ് കൊടുത്ത ഒരു വ്യക്തി അധികം അപകടം ഏറ്റെടുക്കുന്ന സാഹചര്യമാണ്. അതായത് അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാർ ഇൻഷുറൻസ് എടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് അപ്പോൾ ആദ്യത്തിനേക്കാൾ നല്ലോണം സ്പീഡിലൊക്കെ ഓടിച്ചാൻ വേണ്ടി തുടങ്ങി. കാരണം എന്താ? അയാളുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എന്ത് പറ്റിയാലും ചിലവ് അധികം ഇൻഷുറൻസ് ഉണ്ടായതുകൊണ്ട് ചിലവൊന്നും അധികം ഉണ്ടാവില്ലല്ലോ. അത് വിചാരിച്ചുകൊണ്ട് അപകട സാധ്യതകൾക്ക് തോനായിരിക്കും. അപ്പോൾ അങ്ങനെ വലിയ പ്രോബ്ലത്തിനെയാണ് മോറൽ അസാർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുത്തതിൻ്റെ ശേഷം സംഭവിക്കുന്നതിനാണ് മോറൽ അസാർഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എനി ടു ഫങ്ഷൻസ് ഓഫ് ദ മണി മാർക്കറ്റ്. അപ്പോൾ മണി മാർക്കറ്റിൽ രണ്ട് ഫങ്ഷൻസ് എഴുതാൻ. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻ ആണ് പ്രൊവൈഡ് ഷോർട്ട് ടൈം ഫണ്ട് ടു പ്രൊവോഴ്സ്, അതായത് കടം വാങ്ങുന്നവർക്ക് ഹ്രസ്വകാല ഫണ്ടുകൾ നൽകുന്നു. പിന്നെ രണ്ടാമത്തെ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം, അതായത് സാമ്പത്തിക വ്യവസ്ഥയിൽ ലിക്വിഡിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. ഈ രണ്ട് ഫങ്ഷൻസ് ആണ് മെയിനായി കണ്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഇൻഫോർമേഷൻ സെക്ടർ ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ഫോർമൽ സെക്ടർ. അതായത് ഇൻഫോർമേഷൻ സെക്ടർ എന്താണ്, അത് എങ്ങനെ ഫോർമൽ സെക്ടറിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് ഇൻഫോർമേഷൻ സെക്ടർ എന്നാൽ സർക്കാർ നിയന്ത്രണത്തിലല്ലാത്ത, രജിസ്റ്റർ ചെയ്യാത്ത, നികുതി അടിക്കാത്ത പലപ്പോഴും ചെറിയ ബിസിനസ്സുകളെയാണ് ഇതിൽ ഉൾപ്പെടൽ. അതേപോലെ ഫോർമൽ സെക്ടർ എന്നാൽ സർക്കാർ രജിസ്ട്രേഷനിലൂടെ നിയന്ത്രിക്കുന്നതും അതേപോലെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളെയാണ് അപ്പോൾ ഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ മീനിങ്ങും അതേപോലെ ഡെഫിനിഷനും എന്താണ് എന്ന്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് അതിനെ വായ്പകൾക്കും നിക്ഷേപങ്ങൾക്കും ഉപയോഗിക്കുന്ന ബിസിനസ്സാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ നിക്ഷേപങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അപ്പം തന്നെ തിരിച്ചടയ്ക്കേണ്ടി വരും, അതിനെയാണ് ബാങ്കിങ് എന്ന് പറയൽ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി മാർക്കറ്റും അതേപോലെ സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഓഹരികൾ ആദ്യമായി ഇനിഷ്യൂ ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ്. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്നാൽ നിലവിലുള്ള ഓഹരികൾ നിക്ഷേപകർക്കിടയിൽ വ്യാപാരം ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ 2 ഫങ്ഷൻസ് ആണ് മെയിൻ ആയിക്കാണ്ട്. അപ്പോൾ ഒന്നാമത്താണ് ഫെസിലിറ്റേറ്റിംഗ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, അതായത് സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സൗകര്യം ഒരുക്കലാണ്. രണ്ടാമത്തെ എൻഷുവറിങ് ട്രാൻസ്പെറൻസി ആൻഡ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ വിപണിയിൽ സുതാര്യതയും അതേപോലെ ലിക്വിഡിറ്റിയും ഉറപ്പാക്കുക. ഈ രണ്ട് ഫങ്ഷൻസ് ആണ് മെയിൻ ആയിക്കാണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ളത്. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എലാബറേറ്റ് ഓൺ ദ ബാങ്ക് ആൻഡ് സുപ്പീരിയർ ഫങ്ഷൻസ് ഓഫ് ദ RBI. അതായത് RBIയുടെ ബാങ്കർമാരുടെ ബാങ്കിൻ്റെയും സൂപ്പർവൈസർ പ്രവർത്തനത്തിൻ്റെയും വിശദീകരിക്കാനാണ്. അപ്പോൾ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിലൂടെ RBI മറ്റു ബാങ്കർക്ക് ഒരു ബാങ്കായി പ്രവർത്തിക്കുകയും സാമ്പത്തിക സ്ഥിരതയും നിയമങ്ങളും പാലിക്കുന്നതിനും ഉറപ്പാക്കുന്നതിന് അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് RBIൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് മെയിൻ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. 4ാമത്തെ മൊഡ്യൂളാണ് എക്കണോമി ആസ് എ ഓൾ മാക്രോ എക്കണോമിക്സ്. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ആർ ദ കമ്പോണൻസ് ഓഫ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ദ എക്കണോമി. അതായത് എക്കണോമിയിൽ സർക്കുലർ ഫ്ലോയിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് കുടുംബങ്ങൾ, ഫാംസ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്, പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോറിൻ സെക്ടേഴ്സ്, അതായത് വിദേശ മേഖല, കയറ്റുമതി ഇറക്കുമതി, അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ദ മെഷേർഡ്. എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ്, അതെങ്ങനെ മെഷർ ചെയ്യാം. അതായത് അപ്പോൾ ജോലി ചെയ്യാൻ കഴിവുള്ളവരും സമ്പന്നരുമായ വ്യക്തികൾക്ക് ജോലി കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ജോലി ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, എന്ത് ചെയ്താലും ചെയ്യും, പക്ഷെ എന്താണ് ആ ജോലി കിട്ടണില്ല. ആ ഒരു സാഹചര്യത്തിനാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. തൊഴിലായ്മ നിരക്ക്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൊണ്ടാണ് ഇത് അളക്കുന്നത്, മെഷർ ചെയ്യുന്നത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈക്വൽ അൺഎംപ്ലോയിഡ് പീപ്പിൾ ബൈ ലേബർ ഫോഴ്സ് മൾട്ടിപ്ലൈ 100. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ദ ടേം നാഷണൽ ഇൻകം, അല്ലെങ്കിൽ ദേശീയ വരുമാനം. അപ്പോൾ ഡിഫൈൻ ചെയ്യാൻ, അതായത് ഒരു രാജ്യം ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷത്തേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ GDP കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. അതായത് GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അതായത് രാജ്യത്തിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് GDP എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ് കേട്ടോ. അപ്പം GDP എന്നാൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യമാണ് അപ്പോൾ GDP എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ എന്താണ് തമ്മിൽ ഡിഫറൻസ് എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ മൊത്തം ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു എക്കണോമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ആകെ ചെലവിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി അഗ്രിഗേറ്റ് സപ്ലൈ എന്നാൽ അപ്പോൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ള ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഉൽപ്പാദകരുടെ ആകെ ഉൽപ്പാദനത്തെയാണ് ഇവിടെ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. അപ്പോൾ നാഷണൽ ഇൻകത്തിൻ്റെ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ 6 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അപ്പോൾ GDP, പിന്നെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അപ്പോൾ GNP, പിന്നെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP, പിന്നെ നാഷണൽ ഇൻകം അപ്പോൾ NI ആണ്, പിന്നെ പേഴ്സണൽ ഇൻകം അത് PI ആണ്, പിന്നെ ഡിസ്പോസിബിൾ ഇൻകം അതായത് DI ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകത്തിൽ വരുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇറ്റ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് നാഷണൽ ഇൻകം. അതായത് മാർക്കറ്റ് വിലയിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും അതേപോലെ ദേശീയ വരുമാനം അതായത് നാഷണൽ ഇൻകം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നതാണ്. അതായത് അപ്പോൾ മാർക്കറ്റ് വിലയിലെ GDP എന്നാൽ നികുതികൾ ഉൾപ്പെടുത്തുകയും സബ്സിഡികൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഒരു രാജ്യത്തിനുള്ളിലെ
ഉൽപ്പാദനം അളക്കുന്നു. അതാണ് GDP. അപ്പോൾ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് GDPയിൽ നിന്ന് മൂല്യത്തകർച്ചയും പിന്നെ നെറ്റ് ഇൻഡയറക്റ്റ് ടാസ്കും ഒഴിവാക്കി വിദേശത്ത് നിന്നുള്ള അപ്പം നെറ്റ് ചേർത്തതാണ് എന്ത് അപ്പം നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും അതേപോലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന്. അതായത് CPI എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ വാങ്ങുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വിലയിലെ മാറ്റങ്ങൾ അളക്കുന്നു. അപ്പോൾ PPI എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ അവരുടെ ഉൽപ്പാദനത്തിനായി ലഭിക്കുന്ന വിലയിലെ മാറ്റങ്ങൾ അളക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.